ഇത്തരം കാര്യങ്ങൾ ആലപിക്കാൻ പറയുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നിച്ച് കോറസ് പോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചതുപോലെയല്ല ആലപിക്കേണ്ടത്. ഇവരാരും ഒന്നും അറിയുന്നില്ല. പക്ഷേ BJPയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം കൂടി ദേശീയ ഗീതം എന്ന നിലയിൽ ആലപിക്കണം എന്നുള്ള നിർദ്ദേശം സംബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് രാജ്ഭവൻ അയച്ചു തന്നതല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണ എല്ലായിടത്തേക്കും ചീഫ് സെക്രട്ടറിമാർക്ക് നേരിട്ട് കേന്ദ്രം അയച്ചതായിട്ടാണ് പല സ്റ്റേറ്റിലെയും അവരുടെ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പറഞ്ഞാൽ കുറേ കൂടി അപകടത്തിലാകുമോ എന്ന് കരുതിയിട്ടാകണം രാജ്ഭവൻ്റെ പേരിൽ കൂടി അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി രാജ്ഭവൻ പറഞ്ഞാൽ തന്നെ ഒരു ചീഫ് സെക്രട്ടറി നേരെ കത്തയക്കലാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ട ഭാഗമെന്നുള്ളത്? നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. നേരത്തെ ഗവർണർ സെക്രട്ടറിമാരെ വിളിച്ചാലും അവർക്ക് നിർദ്ദേശം നൽകിയാലും സർക്കാരിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊന്നുമില്ല. നേരെ ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഗവർണർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ആ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രതികരണം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇവരാരും ഒന്നും അറിയുന്നില്ല. പക്ഷേ BJPയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും പാടണം എന്ന കാര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിലൂടെ വ്യക്തമാണ്. സുപ്രീം കോടതി കേരളവുമായി ബന്ധപ്പെട്ട കേസിലാണ് ദേശീയ ഗാനം പാടണമോ വേണ്ടയോ എന്ന പ്രശ്നത്തിൽ വ്യക്തത വരുത്തിയത്. അതാണ് ഇമാനുവൽ ബെഞ്ചിൻ്റെ കേസിനകത്ത് യഹോവ സാക്ഷികൾ അവരുടെ വിശ്വാസത്തിനെതിരാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ ദേശീയ ഗാനം പാടുമ്പോൾ കുട്ടികൾ ദേശീയ ഗാനം, ആ വിഭാഗത്തിൽപ്പെട്ട 3 കുട്ടികൾ ദേശീയ ഗാനം പാടാൻ തയ്യാറായില്ല. എന്നാൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയും ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അന്ന് കേരള ഹൈക്കോടതി ആ നടപടി ശരിവച്ചപ്പോൾ ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡിയുടെ സുപ്രധാനമായ വിധിന്യായമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a). അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശം തന്നെയാണ് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും. ഇത് രണ്ടും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഭരണഘടന ഒരിടത്തും നിയമം ഒരിടത്തും ദേശീയ ഗാനം പാടിക്കൊള്ളണം എന്ന് ആരോടും നിഷ്കർഷിക്കുന്നില്ല. പാടുമ്പോൾ ആദരവ് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് ആദരവാണ്. പാടാൻ നിർബന്ധിക്കാൻ കഴിയില്ല. പാടാതിരിക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കണം. ഇതാണ് സുപ്രീം കോടതിയിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. യഥാർത്ഥത്തിൽ കേരളം എടുക്കേണ്ട നിലപാടാണ്. ഇത്തരം കാര്യങ്ങൾ ആലപിക്കാൻ പറയുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നിച്ച് കോറസ് പോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചതുപോലെയല്ല ആലപിക്കേണ്ടത്. ആ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഇനി മുഴുവൻ പാടണോ പകുതിക്ക് പാടണോ ഏത് സംബന്ധിച്ച് പല ഘട്ടത്തിലും വ്യത്യസ്ത നിലപാടുകൾ വരാറുണ്ട്. പക്ഷേ ദേശീയ ഗാനത്തിൽ പോലും സുപ്രീം കോടതി ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നേരെ എല്ലായിടത്തേക്കും അതിന് വ്യത്യസ്തമായ നിലപാട് എല്ലായിടത്തേക്കും കൈമാറുന്നു എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി വഴി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് നാം കാണേണ്ടത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർണ്ണമായും BJP നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ചാൻസലർ, വൈസ് ചാൻസലർമാരെ ചുമതല കൊടുക്കുന്നു. അക്കാദമിക് കൗൺസിലിൽ RSSകാരെ നിയോഗിക്കുന്നു. സെനറ്റിൽ RSSകാരെ നിയോഗിക്കുന്നു. ഇപ്പുറത്തെ UDFും സന്തോഷത്തിലാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അവർക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിലേക്കും വയ്ക്കുന്നു. അപ്പോൾ അന്തർധാര വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാവുന്നിടത്ത് ഇഷ്ടമുള്ള ആരെ വെച്ചാലും അക്കാദമിക യോഗ്യതയുള്ളവരാകണമെന്നില്ല, പ്രത്യേകിച്ചുള്ള ക്രെഡൻഷ്യൽ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോളൂ. പക്ഷേ ചാൻസലറുടെ നിലയിൽ ഞാൻ സംഘപരിവാരക്കാരെയും എനിക്ക് അധികാരമുള്ളിടത്തെല്ലാം വയ്ക്കും. അതിനകത്ത് ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ചാൻസലറും തമ്മിലുണ്ടായിട്ടുള്ള ധാര. ആ ധാരണയാണ് ഈ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇപ്പോഴത്തെ നീക്കത്തിൽ കാണുന്നത്. അപ്പോൾ അതീവ ഗൗരവമായ സംഗതിയാണ്. പിന്നൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാരെല്ലാവരും പറയുന്നത് ഇത് സെക്രട്ടറിമാർ ചെയ്തു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അജ്ഞത കൊണ്ട് പറയുന്നതല്ല,
ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർ ചെയ്തതാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചാരവേലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ BJPക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് പൂർണ്ണമായും മാറുന്നു എന്നുള്ള അപകടം മതനിരപേക്ഷ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്.